കെ രാധാകൃഷ്ണൻ യുവജന രാഷ്ട്രീയത്തിൽ ജ്വലിച്ചു നിന്നിരുന്ന ഉജ്ജ്വല പ്രഭാഷകനായിരുന്നുവെന്നും കോൺഗ്രസിനും പൊതുസമൂഹത്തിനും അദ്ദേഹത്തിന്റെ വിയോഗം വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നും സുധീരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന കെ രാധാകൃഷ്ണന്റെ വീട്ടിൽ അനുശോചനം അറിയിക്കാനായി സുധീരൻ എത്തിയപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞത്. എത്രയോ കഴിവുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. നന്നായി സംസാരിക്കും, കാര്യങ്ങൾ വിശദീകരിക്കും, മികച്ച സംഘാടകനായിരുന്നു. കേരള വിദ്യാർത്ഥികളെ സംബന്ധിച്ച് KSUവിൻ്റെ താഴെത്തലത്തിൽ പ്രവർത്തിച്ച് സംസ്ഥാന തലത്തിലേക്ക് ഉയർന്ന പ്രതിഭാശാലിയായ ചെറുപ്പക്കാരനാണ് രാധാകൃഷ്ണൻ. ചാവക്കാട് താലൂക്ക് KSU പ്രസിഡൻ്റായി അദ്ദേഹം പ്രവർത്തിച്ചു. തൃശ്ശൂർ ജില്ലയിൽ നേതൃരംഗത്ത് സജീവമായി. നാട്ടിക കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ കേരളത്തിലെ ശ്രദ്ധേയനായൊരു പ്രാസംഗികനായി അദ്ദേഹം മാറിയിരുന്നു. അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് പോയി നിയമവിദ്യാർത്ഥിയുമായിരുന്നു കുറച്ചു കാലം. എല്ലാ അർത്ഥത്തിലും പ്രതിഭാശാലിയായ ഒരു ചെറുപ്പക്കാരൻ. ഞങ്ങൾക്കൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു രാധാകൃഷ്ണനെക്കുറിച്ച്. നിർഭാഗ്യവശാൽ അകാലത്തിൽ തന്നെ അദ്ദേഹം രോഗഗ്രസ്തനായി. പിന്നീട് അതിൽ നിന്നൊരു മോചനം കിട്ടിയിട്ടില്ല. പലവിധ ചികിത്സകളും നടന്നു. ഇടയ്ക്ക് തൃശ്ശൂർ മിഷൻ ഹോസ്പിറ്റലിൽ ഞങ്ങളെ കൊണ്ടുപോയിരുന്നു. പക്ഷേ അലോപ്പതി ഡോക്ടർമാർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്നൊരു സമീപനമായിരുന്നു അവരുടേത്. പിന്നെ പാലിയേറ്റീവ് കെയറായി കുറച്ചു കാലം മുന്നോട്ട് പോയി. ഏതായാലും പ്രതിഭാശാലിയായ വലിയ പ്രതീക്ഷ എല്ലാവരുടെയും മനസ്സിൽ ഉയർത്തിയ രാധാകൃഷ്ണൻ അകാലത്തിൽ രോഗഗ്രസ്തനായി കിടപ്പിലായതും പൊതുരംഗത്ത് നിന്ന് പിൻവാങ്ങേണ്ടി വന്നതും രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കെ രാധാകൃഷ്ണന്റെ വീട്ടുകാരുമൊത്ത് വിയോഗത്തിൽ വിഷമം പങ്കുവച്ചും ശവകുടീരത്തിൽ പ്രാർത്ഥിച്ചുമാണ് സുധീരൻ മടങ്ങിയത്. DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, CG അജിത് കുമാർ, AN സിദ്ധപ്രസാദ്, KR ദാസൻ, UB മണികണ്ഠൻ, രഹന ബിനീഷ് എന്നിവരും പങ്കെടുത്തു.